ഗൈസ്, അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ചെറിയൊരു റൈഡ് ഇറങ്ങിയതാ. വണ്ടിയെല്ലാം പതുക്കെ പോന്നെ. ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥലം അതൊരു പഴയ ടൗൺ. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിന്ന് ഔട്ടർ ഒരു ഔട്ടർ സബർബ. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവിടെ ആൾക്കാരധികം ഇല്ല. പണ്ടത്തെ ഒരു കോൾ മൈൻ ആയിരുന്നു. അപ്പം ആ ഡാം അതിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഡാമിലോട്ടല്ല നമ്മൾ പോകുന്നത്, ഡാം തുടങ്ങുന്ന സ്ഥലത്തോട്ട്. അവിടെ വ്യൂ പോയിന്റ് കിട്ടില്ല വ്യൂ ആണ്, നല്ല അടിപൊളി, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ അവിടെ എത്തുമ്പോൾ. ഇപ്പം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. തെർമലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ജാക്കറ്റ് നല്ല വെന്റിലേറ്റഡ് ആയതുകൊണ്ട് ഗ്ലൗസിനാണ് ഫുൾ കിരുത്ത. ജാക്കറ്റിനും ഗ്ലൗസിനും എല്ലാവർക്കും കിരുത്ത. അതുകൊണ്ട് കാറ്റടിച്ച് ഒരു നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. ഇവിടെ വേണം ഇപ്പം എനിക്കിങ്ങനെ ട്രാഫിക്ക് മുമ്പ് ഇപ്പം എനിക്ക് കേട്ടോ. ഇവിടെ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ കയറി പോകണം. ഇങ്ങനെ നല്ല രസം ഇങ്ങനെ ഓടിച്ചു പോകാട്ടോ. എനിക്ക് ഇവിടെ ബൈക്ക് ഓടിക്കാൻ എനിക്ക് ആദ്യം കുറച്ച് ടെൻഷൻ ആയിരുന്നു. ഇവിടെ അങ്ങനെ ബൈക്കില്ല, കണ്ടില്ല, എല്ലാം കാറുകളാണ് പോകുന്നത്. പക്ഷെ നല്ല ഫീൽ ആട്ടോ ഇവിടെ വണ്ടി ഓടിക്കാൻ. നമുക്ക് അത് സുഖമായിട്ട് ഓടിച്ചു പോകാം. അധികം ടെൻഷനും കാര്യങ്ങളും ആരും എടുത്തു കാട്ടാനും മുമ്പിൽ നിർത്തുന്നില്ല. അങ്ങനെ ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് അടയാത്ത എൻ്റെ അമ്മ ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ഏത് രാജ്യത്താണേലും നമ്മൾ ഒരു ബൈക്ക് എടുത്തിട്ട് ഒരു ശനിയാഴ്ച ഒക്കെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിങ്ങനെ ചുമ്മാ ഓടിച്ചാണ്ട് എങ്ങോട്ടാ പോകുന്നതിന് പോലും ഐഡിയ വേണ്ട, മാപ്പും വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ ഇറങ്ങിയാൽ പോലും എന്തൊരു സുഖമാണെന്നറിയോ, എന്തൊരു രസമെന്നറിയോ. ഗുറാഗുറാം ലുക്കൗട്ട് ആൻഡ് പിക്നിക് പോയിന്റ് എത്തും, വ്യൂ പോയിന്റ് നല്ല രസം. രണ്ട് സൈഡിൽ മലയും നടുക്കൂടെ ലേക്കും ഒരു കോളിന്റെ ഫീലും കാണും. ഗ്ലാസ് എല്ലാം മൂടിപ്പോയി. ഞാൻ പിന്നിലോക്ക് വൈസർ ഒട്ടിച്ചിട്ടില്ല ഹെൽമെറ്റില്. ഗ്ലാസ് മൊത്തം മൂടിപ്പോയി. അയ്യോ, സീനായനെ. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിയണം. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇതൊക്കെ റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്റെ ഗോപ്രോ എന്റെ മൈക്കൊക്കെ വേറെ ലെവലിൽ കടന്ന് കളിക്കുന്നുണ്ട്. പൊളി ഫീലാട്ടോ ഇങ്ങനെ ഓടിച്ചോണ്ട് പോവാ, ഒരു രക്ഷയില്ല. എന്റെ അമ്മോ, അടിപൊളി. ഒരു വേറെ മൂടായി അങ്ങോട്ട്. കാടും നമ്മുടെ നാടിന്റെ ഒരു ഫീല് അത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ പോകുന്നത്. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ ആരും പോവാത്തൊരു സ്ഥലമാണെന്നാണ് എന്റെ ഭർത്താവ്. 100 കിലോമീറ്റർ സ്പീഡ്. നല്ല തണുപ്പും നെഞ്ചത്തോട്ട് കാറ്റടിച്ചിട്ട് ഒരു പരുവാകുന്നുണ്ട്. അയ്യോ, കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡുക്കാട്ടിയുടെ ഒരു ഫീല്. നമ്മളിപ്പോ ഒരു പുറകെ വണ്ടി ഉണ്ടല്ലേ, ഞാൻ സ്പീഡ് കുറച്ച് എടുത്ത് പോയതിനെ. ഒരു പ്രത്യേക ഒരു മൂളനൊക്കെ സൗണ്ട്, ഒരു എന്താ പറയുക, ഒരു ബേസും ഒരു മോട്ടറാണോ എന്നൊരു സൗണ്ടാണ്. അതൊരു ഭയങ്കര ഫീൽ തന്നെ. സ്പീഡ് ലിമിറ്റ് 100 പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ആൾക്കാരൊക്കെ അതൊന്നും നോക്കൂല, അടിച്ചുവിട്ട് പോകുന്നുണ്ട് കുറേ പേര്. അങ്ങനെ 4 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബോരാഗ്രാം റോഡ് കയറും. അതാണ് കിടില റോഡ്, ഫുള്ള് കൺട്രി സൈഡ്. 2 സൈഡ് പശുക്കൾ ഇങ്ങനെ മെയിൻ കാണാം. പിന്നെന്താ, പിന്നെ വണ്ടിയൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സുഖം. ഒരു മനുഷ്യനില്ല അങ്ങോട്ട്, ആരും പോവാറില്ല. അതാണ് മെയിൻ സാധനം. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ഇടക്കിടക്ക് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നല്ല പീസ്ഫുൾ സ്ഥലം കേട്ടോ. അവിടെ മുകളിൽ പോയി ഇരിക്കാൻ തന്നെ ഒരു ഫീലാണ്. ടീച്ചേഴ്സൊക്കെ ഉണ്ട്, നല്ല ടീച്ചർ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സുഖം. മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആൾക്കാർ ഈച്ചകളൊക്കെ ഇഷ്ടംപോലെ. പറയുന്നൊക്കെ റെക്കോർഡാകുന്നുണ്ടോന്ന് ഇപ്പം എനിക്കറിയാം. ആയില്ലെങ്കിൽ ഞാൻ പെട്ടു, വെറുതെ പറഞ്ഞിത്ര. നല്ല കാറ്റുണ്ട് കേട്ടോ, വണ്ടിയെ കാറ്റ് പിടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മുട്ടക്കുന്നൊക്കെ തുറന്ന സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ അതാണ് വിഷയം. ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കും വണ്ടി. നല്ല കൺട്രി സൈഡ്. 2 സൈഡും വയലുകളാണ്. ഈ സൈഡാണെങ്കിൽ ഫുള്ള് വയലുകളാണ്, പാടങ്ങൾ പോലെ. എന്ത് വയലാണ് ഇവിടെ, കണ്ട് വയൽ കൃഷി. മല്ലിയിലൊക്കെ ആണ് തോന്നുന്നു കേട്ടോ, വേറെ സാധനമൊന്നുമല്ല, അരിയൊന്നുമല്ല. കൺട്രി സൈഡ് കൂടി വരും. എപ്പോഴത്തേക്കും നമുക്ക് ആ സിറ്റി വിട്ട് ഒരു സമാധാന ഫീലിംഗ് ആണ്. നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീൽ വരും. അങ്ങനെ നമ്മൾ ബാരാഗോങ് റോഡിലേക്ക് തിരിയാൻ പോവുകയാണ്. അയ്യോ, ഞാൻ ബാരാഗോങ് റോഡിലോട്ടല്ലേ കയറിയത്. സീന്
ഏത് തെറ്റായ റോഡിലാണ് വന്നത്. ഇവരെ അപ്പോൾ തിരിച്ചു പോകണമല്ലോ. ഞാൻ കാരണം എൻ്റെ പുറകെ വന്ന കാർ കാരണം അവിടെ കുടുങ്ങി. ഞാൻ മഞ്ഞ സിഗ്നൽ ആയതുകൊണ്ട് മര്യാദക്ക് നിർത്താൻ പോയത്. അപ്പോഴത്തേന് പുറകത്ത് ഭയങ്കര സ്പീഡ് വന്നു. പിന്നെ കാർ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി പോയി. എന്നെക്കാളും നല്ല സിഗ്നൽ ക്രോസ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ ചാടിക്കരുത്. എഴുതി കാണിക്കുന്നില്ലല്ലോ, കണ്ടില്ലേ? ഫുള്ള് കൺട്രി സൈഡാ, വീട്ടിലും കൺട്രി സൈഡ്. ഓ പൊളി പൊളി. ഓരോരുത്തരൊക്കെ വീട് കണ്ടില്ല, ഇതെല്ലാം അവർ ഫാമിൻ്റെ മുതലാളിമാരായി. ഫാമല്ല അവരുടെ, എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ ഇവിടെ. ആ അടിപൊളി. നല്ല ചെറിയ ചെറിയ കുന്നുകൾ, പച്ച പച്ച പുല്ലുകളും അവിടെ പശുക്കൾ നിന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും പശുക്കൾ പശുക്കൾ, പുൽമേടുകൾ, ഫുള്ള് ഇതാ പുൽമേടും കുന്നുകളും. ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ തണുപ്പ് കൂടുന്നുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല എന്താ തീരുന്നത്. എൻ്റെ ഗ്ലൗസ് ഒക്കെ ആണ് ഫുള്ള് വെന്റിലേറ്റർ ഗ്ലൗസ്. ദൈവം ഊരിപ്പോന്നെ എല്ലാം സമ്മർ ഗ്ലൗസാണ്. സമ്മർ ഗ്ലൗസ് ഞാൻ വിന്ററിലൊന്ന് വണ്ടി ഓടിക്കണമെന്ന് വിചാരിച്ചില്ല. വിന്റർ ആയിട്ടില്ല, ഇനി വിന്റർ വരുമ്പോൾ എന്താവോ. മിക്കവാറും എനിക്കൊന്ന് വിന്ററിൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വിന്ററിൽ ഓടിക്കുന്ന ഏറ്റവും രസം തോന്നും. പഴയ പഴയ കെട്ടിടങ്ങളായിട്ട് ഇവിടെ 1800 1800 ആ ഒരു കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ബിൽഡിങ്ങുകളാണ്. കാരണം ഞാൻ അവിടെ പള്ളിയിലൊക്കെ കയറി ഇങ്ങനെ നോക്കും. അപ്പോൾ കാണാൻ ബിൽറ്റിൻ 1800 1850 എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള സംഭവം. 100 കിലോമീറ്ററിൻ്റെ റോഡ് കിട്ടി, ഇനി നമുക്ക് പറക്കാം. എനിക്ക് ഈ മോൺസ്റ്ററിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പൊളി പൊളി. അടിപൊളി കേട്ടോ, നല്ല ഫീലാണ്. ഹെൽമെറ്റ് ഭയങ്കര, ഹെൽമെറ്റിലെന്ത് ഇത്ര നോയ്സ് കട്ട് ചെയ്യാനുള്ള കഴിവ്. ഹെൽമെറ്റ് അതിൻ്റെ ചില്ലടച്ചു കഴിഞ്ഞാൽ പിന്നെ നോയ്സ് കേൾക്കത്തേ ഇല്ല. ഇനിയുള്ള 20 കിലോമീറ്ററും നമ്മൾ ഇതേപോലത്തെ റോഡാണെന്ന് തോന്നുന്നു. 100 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പറക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കാറ്റ് പിടിച്ച് പിടിച്ചാണ് പോകുന്നത്. ഞാൻ കുനിഞ്ഞ് കിടക്കാൻ തുടങ്ങി. എൻ്റെ സൈസ് പറഞ്ഞ വണ്ടി ഹൈറ്റ് കാരണം കുനിഞ്ഞ് കിടക്കാനും പറ്റില്ല. പൊളി. ഈ സൗണ്ട് സ്പീഡ് ഇങ്ങനെ കുറയ്ക്കണം. ഒരു 85 എത്തുമ്പോൾ കൂട്ടണം. ഹെവി ഫീല്. അങ്ങനെ നമ്മൾ ഗ്ലെൻമോർ എന്ന് പറഞ്ഞ സ്ഥലമെത്തി. ഇങ്ങനെ അകത്തോട്ടൊക്കെ പോകുമ്പോൾ വഴികളുണ്ട് കേട്ടോ, പക്ഷെ ഒക്കെ അവർ അടച്ചു വെച്ചേക്കുക വഴികളൊക്കെ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലേ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി. വെറും കുന്നും പ്രദേശം കണ്ടില്ലേ, വണ്ടികളും ഇല്ല, ഒന്നുമില്ല, കുന്നും പ്രദേശം മാത്രം. ഇവിടെ കുതിരകളുണ്ട്. കുതിര ഫാം, പശു ഫാം, ഒട്ടകം, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ ഏരിയയിലൊക്കെ. സാധാരണ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടികളെ കാണാറില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം 2-3 വണ്ടിയൊക്കെ അവിടെ ഇവിടെ. അടിപൊളി അടിപൊളി. അവിടെ ബൈക്കുകാർ തമ്മിൽ കാണുമ്പോൾ ഉള്ള സൈൻ അടിപൊളി. ഭയങ്കര കേട്ടസ് ഇവിടെ. അങ്ങനെ 15 മിനിറ്റ് കൂടെ ഉള്ളൂ, നമ്മളവിടെ എത്തും. ഈ പോക്ക് പോയാൽ പെട്ടെന്ന് എത്തും. അടിപൊളി. അങ്ങനെ നമ്മൾ ഓക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വെൽക്കം ടു ദ ഓക്സ് റൂറൽ ലിവിങ്. ആ പുളി ഇവിടെ റൂറൽ തന്നെ. ഇവിടെ ഞാൻ ഒരു വട്ടം വന്നിട്ടൊരു കടയിൽ പോയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അവിടെ എന്താ പറയുക, അവരുടെ ബർഗറും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. നല്ല ഫുഡായിരുന്നു. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, ഏകദേശം ഇവിടെ എത്താനായെന്ന് തോന്നുന്നു. അവിടെ ഒരു ഇവിടെ 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 ഓക്കെ.
നല്ല മനസമാധാനം കിട്ടുന്ന സ്ഥലം. മനസമാധാനം വേണം ഇങ്ങോട്ടൊക്കെ വന്നാൽ മതി. ഫേമസ് അല്ലാത്ത ആൾക്കാർ അധികം അറിയാത്ത ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് എപ്പോഴും പൊളി സ്ഥലങ്ങൾ. നട്ടായി, നട്ടായി ആണ് നാഷണൽ പാർക്കിന്റെ പേര് കേട്ടോ. നട്ടായി ആണ് എനിക്കൊന്ന് ആ സ്ഥലത്തിന്റെ പേര്. നട്ടായിലാണ് ഈ ലുക്ക് ഔട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പം അവിടെ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞതാണ് ഇത് പഴയ കോൾ മൈനായിരുന്നു, ഇവിടെ പഴയ സിൽവർ മൈനാണ്, പിന്നെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ്, ആൾക്കാരൊക്കെ ശരിക്കും എല്ലാവരും അവിടെ പോയി താമസിക്കാതെ ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നല്ല ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ അവർക്ക്. കാരണം അവിടെ കണ്ടില്ല, വീടുകളേ ഇല്ല, ഒരു സാധനം ഇല്ല ഇവിടെ. ആകെ കുന്നുമണ്ടയ്ക്ക് ഓരോ വീടുകൾ ഇങ്ങനെ ഇരിക്കും, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി വെറും 13 കിലോമീറ്റർ. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ വീടുകൾ. ഇങ്ങനെയൊന്നും അവിടെ സിറ്റിയിലൊന്നും ഇല്ല കേട്ടോ, ഇവിടെ മാത്രമല്ല. നമ്മുടെ നാട്ടിലെ പോലെ കുറേ പറമ്പും സ്ഥലവും കൂടും. ഈ വണ്ടിക്ക് ഇതൊന്നും എന്താ പറയുക, ഈ സ്പീഡ് ലിമിറ്റൊക്കെ ഈ വണ്ടിക്ക് ഭയങ്കര, നമ്മളെന്താ അപരാധം ചെയ്യുന്ന പോലെ കേട്ടോ ഈ വണ്ടി. ഇവന് ഇഷ്ടമേ അല്ല, അവനെ 80 ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന അവന് തീരെ പറ്റുന്നില്ല. അവൻ കിടന്ന് ഇങ്ങനെ ഇരിക്കുക, അതൊന്ന് കൈ കൊടുത്തൊന്ന് തെറിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു വണ്ടി അത്. അതാണ് ഈ ഡുക്കാട്ടിയുടെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ റിഫൈൻഡും അല്ല, വേറൊരു ഗ്രണ്ടി സൗണ്ടുമാണ്. എന്നാൽ നല്ല ഒരു പഴയ വിൻറ്റേജ് ഫീൽ എഞ്ചിൻ. ഇങ്ങോട്ടുള്ള സൗണ്ടും, കൈ കൊടുക്കാൻ നിൽക്കുക പറക്കും. പക്ഷേ സ്പീഡ് അനുസരിച്ച് കൊണ്ട് നല്ല തണുപ്പായിട്ട് ഇങ്ങോട്ട്. അയ്യോ, വൈകുന്നേരം വരാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് തിരിച്ചു പോവാ സ്ഥലം കണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും മരവിച്ചു പോകും. ഇവിടുത്തെ സാധാരണ ലോക്കൽ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത് പീസ്ഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. നോക്ക്, കണ്ടോ ഈ ബിൽഡിംഗ് ഒക്കെ ഒത്തിരി പഴയ ബിൽഡിങ്ങാണ്. കോളവുകൾ, ഇതാണ് നമുക്ക് വേണ്ടിയത്. ഈ സാധനത്തിനാണ് നമുക്കിവിടെ ബൈക്ക് വരട്ടി. പക്ഷെ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, റോഡിൽ എന്തൊക്കെയോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ആൾക്കാരോ സ്ഥലം കാണാൻ, സാധാരണ ആരും അത് കാണാൻ പോകുന്നില്ല. എന്താ അറിയത്തില്ല കേട്ടോ, ഇന്ന് ഇത്ര ആൾക്കാർ. ഇടയ്ക്ക് വരെ ഇവൻ്റെ ഇഷ്ടത്തിന് കയറി പോകുന്നുണ്ട്. ഞാൻ എങ്ങനെയും പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ അതേപോലെ അല്ലേ, സെയിം നാട്ടിലത്തെ അതേപോലത്തെ സ്ഥലം. അടിപൊളി, നാളെ ഓർമ്മ വരും. അയ്യോ അടിപൊളി, സൂപ്പർ. ഇതാണ് നമുക്ക് ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് പ്രകൃതി എന്നുള്ളൊരു വൈബും നമ്മൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക സ്ട്രെസ് ഫാക്ടർ പോയി കിട്ടുന്നത്, നമ്മുടെ സ്ട്രെസ് പോയി കിട്ടുന്നത്. നമ്മൾ ബൈക്ക് നമ്മൾ അതിനുവേണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇച്ചിരി സ്ട്രെസ് കുറയ്ക്കാനും ഇച്ചിരി ഹാപ്പി ആവാനും, പിന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ മൊമെന്റ്, സ്വന്തം നമ്മൾ തന്നെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം, അതൊക്കെയാണ്. പിന്നെ നമ്മളും ബൈക്ക് മാത്രം, അത് വേറൊരു ഫീല്. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാണ് ഓക്ടൈൽ എന്ന് പറഞ്ഞ സ്ഥലം. ഒക്കെ പഴയ സ്ഥലങ്ങളാണല്ലോ. അയ്യോ ഇവിടൊക്കെ ഫുള്ള് മറ്റേ സായിപ്പ് വണ്ടി വഴി കൊണ്ടിരിക്കുന്നു. അയ്യോ ഊട്ടിക്കത്തെ തണുപ്പ്, എൻ്റെ അമ്മ കൈയൊക്കെ മരവിച്ചു പോയി. ഈ ഏരിയയുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം നല്ല സിമ്പിള്, നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്നേഹമുള്ള, നല്ല അവർ അങ്ങനത്തെ അത്രയും സ്വാർത്ഥരല്ലാത്ത മനുഷ്യന്മാരും. പിന്നെ ഇവിടുത്തെ പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ. ആ പഴയ പള്ളിയിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക സ്ട്രക്ചറും ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും ഒക്കെ അത്രയും കൊല്ലം പഴക്കമുള്ള സാധനത്തിനാണ് നമ്മൾ പോയി അതേ തൊടുമ്പോൾ ഇരിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്നൊരു ഫീല്. നമ്മുടെ ഒരു പഴയൊരു എപ്പോഴും മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വന്ന വഴി പഴയ ഒരു ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ റോഡൊക്കെ മോശം കേട്ടോ, നമ്മുടെ ഏകദേശം അടുത്ത ഇവിടുന്ന് കേട്ടോ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നടച്ചിട്ടേക്കോ. ഇവിടെ ഞാൻ അതിന് മുമ്പ് വന്നത് പിറ്റനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഈ റോഡിൽ കൂടെ പോയി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സ്ഥലമൊക്കെ കണ്ടു, നല്ല അടിപൊളി സ്ഥലം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് വ്യൂ പോയിന്റ്. അതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ്. ബൈക്കുകാർ ഒത്തിരി കാണും, ബൈക്കുകാർക്ക് പറ്റുന്ന റൂട്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയുള്ള ബൈക്കുകാരായിരിക്കും. കണ്ട ഒരു മനുഷ്യനും ഇല്ല, നമ്മൾ മാത്രം. പുറകെ വണ്ടി ഉണ്ടോ ഇല്ല, ഭാഗ്യം. ഞാൻ പുറകെ പോകാം. ഇവന് സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ല. എനിക്ക് സ്പീഡ് ലിമിറ്റ് കൂടി പോയോ ഒന്നും മനസ്സിലാവുന്നില്ല. 100 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡുക്കാട്ടിക്ക് വേറെ ലെവല് പവറാ, ചെക്കൻ പറക്കും. ഇവനൊക്കെ എത്രയില പോകുന്നത്. ഞാനതായാലും അമ്മാതിരി അങ്ങോട്ട് കയറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ പോയി പോലീസിന്റെ വായി കയറി കൊടുക്കുന്നത്. അടിപൊളി അടിപൊളി, എന്നാ വ്യൂ.
ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് സുഖമായിരിക്കും. സുഖമല്ല, കഷ്ടമാണ്. സിറ്റിയിലോട്ടൊക്കെ പോകണം, എത്ര ദൂരം പോകണം. പിന്നെ അതുമല്ല എല്ലാം അടുത്തടുത്ത് കാണും. പക്ഷെ ഒത്തിരി 2 മണിക്കൂറിൻ്റെ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന പോലെ. നല്ല റോഡാട്ടോ. ഇവിടെ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു അന്യായ ഫീലാണ്. അടിപൊളി അടിപൊളി. ഡമ്മോ അവനൊക്കെ അർമാദിച്ചു പോകുന്നുണ്ട്. ഞാൻ നേരെ മണിക്കൂർ പോകും. അടിപൊളി കേട്ടോ. ഇതിലെ കൂടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ മഹാനഷ്ടം. നല്ല ഫീലാട്ടോ ഇതിലെ വണ്ടി ഓടിക്കാൻ. ഇത്രേ നല്ല റോഡ്, ഒരു വണ്ടിയില്ല, ഒരു മനുഷ്യനും ഇല്ല. കങ്കാരൂരെ മാത്രം നോക്കിയാൽ മതി, എപ്പോഴാണ് ചാടി വരുന്നതെന്ന് അറിയില്ല. ഇതിപ്പോ ട്രാക്കുകൾ ഓടിക്കുന്ന പോലെയാണല്ലോ ഇവിടെ. അടിപൊളി. ഇങ്ങോട്ടൊന്നും മനുഷ്യന്മാരില്ല. 60 എന്ത് പറ്റി ഇവിടെ 60 എത്താൻ? അപ്പം നല്ല തണുപ്പായി കേട്ടോ. അയ്യോ, ഭയങ്കര ഒടുക്കത്തെ തണുപ്പ്. വിന്ററൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരവിച്ച് ഫ്രീസായി പോകും. ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ നമ്മൾ മലയുടെ മണ്ടക്കെത്തും. നമ്മൾ നമ്മുടെ നാഷണൽ പാർക്ക് എത്തും. അവിടെ ഞാൻ നിർത്തുന്നൊന്നുമില്ല അധികം നേരം. നേരെ പോവുക, കാണാൻ പോരാ. ടിക്കറ്റൊക്കെ എടുക്കണം അവിടെ. ഈ തണുപ്പത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ നിന്നാൽ മുതലാവില്ല. ധാരാപുരം വിക്കോട്ട് അങ്ങോട്ടാണ്. ഓക്കെ, അങ്ങോട്ട് വെക്കാം. വഴി മാറി നേരെ പോയി എവിടെയെങ്കിലും പിടിച്ചു കയറി. ബാഗ് ഇവിടെ ഓപ്പൺ ആട്ടോ. ഗേറ്റ്സ് ലോക്ക്ഡ് ഫ്രം 5 PM. ഓക്കെ, 5 മണിക്ക് മുമ്പ് തിരിച്ചു. 40 പാതിട്ടു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്നാ പുളിയാന്ന്. അടിപൊളി. ഇപ്പൊ ഇച്ചിരി കോടയൊക്കെ ഉണ്ട്. അവിടെ കോട ഉണ്ടിട്ട് നമുക്കൊരു കാര്യമില്ല. ബ്ലൂ മൗണ്ടൻസിന്റെ ഒരു സൈഡാണിത്. മരിച്ചുപോയി. കൈമാര വെച്ചിട്ടൊന്നും അറിയുന്നില്ല കേട്ടോ. ആണ് ഗൈസ് ആ വ്യൂ പോയിന്റ്. അയ്യോ, അന്യായ ലുക്കാട്ടോ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ.